നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടക്കൻ ഇസ്രയേലിൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ അധികൃതർ അനുവാദം നൽകിയതും കൊണ്ട് യുദ്ധം പൂർണ്ണമായി അവസാനിച്ചുവെന്നും വെടിനിർത്തൽ പൂർണ്ണമായി അവസാനിച്ചുവെന്നും ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് മാറിയെന്നും വ്യക്തമാവുകയാണ്. വടക്കൻ ഇറാനിൽ നടന്ന ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തീവ്രവാദ ആക്രമണമാണ് ഉണ്ടായതെന്ന് പ്രാദേശിക ഭരണകൂടവും വ്യക്തമാക്കി. ഇസ്രയേലാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. US പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശത്തിനെ തുടർന്നാണ് ഇറാനും ഇസ്രയേലും വെടിനിർത്തൽ അംഗീകരിച്ചത്. ഇസ്രയേലിലേക്ക് അവസാനവട്ട മിസൈലുകളും അയച്ചതിനു പിന്നാലെയാണ് ഇറാൻ വെടിനിർത്തലിന് തയ്യാറായത്. ഈ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ഇറാനുമായി വെടിനിർത്തൽ കരാർ അംഗീകരിച്ചെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ ആക്രമണം വീണ്ടും ഉണ്ടായതോടുകൂടി തിരിച്ചടിക്കാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഉത്തരവ് ഇടുകയായിരുന്നു. ഇറാനിലെ ആക്രമണം ലക്ഷ്യം കണ്ടതിനാൽ വെടിനിർത്തുന്നുവെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇസ്രായേൽ നിർത്തിയതുകൊണ്ട് തങ്ങളും നിർത്തിയെന്നാണ് ഇറാൻ പ്രതികരിച്ചത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തതോടുകൂടി ഇനി സമാധാന പാത എന്ന് US-ഉം. 12 ദിവസത്തെ സംഘർഷം തീരുമ്പോൾ 3 രാജ്യങ്ങളുടെയും നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇസ്രായേൽ ഈ മാസം 13 ആക്രമണത്തിന്റെ ആദ്യ ദിനം തന്നെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു. ഉന്നത സൈനിക ജവാന്മാരെയും ഇന്റലിജൻസ് മേധാവിമാരെയും വധിച്ചു. ആണവ പദ്ധതിക്ക് നേതൃത്വം നൽകിയ ആണവ ശാസ്ത്രജ്ഞന്മാരെയും വധിച്ചു. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് മാസങ്ങൾക്ക് മുൻപേ ഇറാനിൽ രഹസ്യ താവളങ്ങളുടെ ബങ്കറുകൾ ഉണ്ടാക്കി. ഇന്റലിജൻസ് സംവിധാനത്തിൽ നുഴഞ്ഞുകയറി. ആരംഭിച്ചപ്പോൾ ഇറാനുള്ളിൽ നിന്ന് ഡ്രോൺ ആക്രമണം നടത്തി. US-ന് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിൽ കൂട്ടാളിയാക്കി. ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ US-ന്റെ B-2 ബോംബറുകൾ ആക്രമണം നടത്തി. US സൈനിക നടപടി ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് കരുത്ത് വർദ്ധിപ്പിച്ചു. ഇസ്രായേലിന്റെ കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനം ഭേദിക്കാനാവുമെന്നും തെളിയിച്ചു. ടെൽ-അവീവ് അടക്കം പ്രധാന നഗരങ്ങളിൽ ഇറാൻ മിസൈലുകൾ വ്യാപക നാശമുണ്ടാക്കി. രാത്രി മുഴുവൻ ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്ക് ബങ്കറുകളിൽ കഴിയേണ്ട സ്ഥിതി ഉണ്ടായത് ഇറാന്റെ പ്രഹരശേഷിക്ക് തെളിവായി. ഉന്നത ജനറൽമാർ ഇല്ലാതായിട്ടും യുദ്ധവീര്യം നഷ്ടപ്പെട്ടില്ല. വൻ ശക്തിയായ US-നെ വെല്ലുവിളിച്ചു. US താവളങ്ങളിൽ ആക്രമണം നടത്തി. സൗഹൃദ രാജ്യമായ ഖത്തറിലെ ആക്രമണം മുൻകൂട്ടി അറിയിച്ചു. ജനവാസ മേഖല ഒഴിവാക്കി. സംഘർഷം കത്തിപ്പടരാതെ ഗൾഫ് രാജ്യങ്ങളുടെ ശത്രുത ഒഴിവാക്കി. US നോക്കുകയാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടതോടുകൂടി ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന സ്ഥാനം ഒന്നുകൂടി ഉറപ്പിച്ചു. ഇറാന്റെ സഖ്യകക്ഷിയായിട്ടും റഷ്യയും ചൈനയും US-നെതിരെ നേരിട്ട് രംഗത്തിറങ്ങിയില്ല എന്നത് മേധാവിത്വത്തിന് തെളിവ്. ഇറാനെ ആക്രമിച്ചെങ്കിലും സ്ഥിതി കൈവിട്ടു പോകാതിരിക്കാൻ വെടിനിർത്തൽ നേടിയെടുത്തു. സമാധാന സ്ഥാപകൻ എന്ന വേഷത്തിൽ ട്രംപ് വീണ്ടും തിളങ്ങി. ഇസ്രായേലിനൊപ്പം ഉറച്ചു നിൽക്കുമ്പോഴും അറബ് രാജ്യങ്ങളിൽ സ്വാധീന ശക്തിയായി വർദ്ധിച്ചു. ഇറാനിൽ ഇപ്പോൾ ഭരണമാറ്റം താൻ ആഗ്രഹിക്കുന്നില്ല എന്ന്, അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണം ആവുകയുള്ളൂ എന്നും US പ്രസിഡന്റ് ട്രംപ് പറയുമ്പോൾ ട്രംപിന്റെ നിലപാട് ആടിയുലയുന്നു എന്ന് വ്യക്തം. എല്ലാം എത്രയും പെട്ടെന്ന് ശാന്തമാക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന്റെ ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ വർഷങ്ങളോളം പിന്നോട്ടടിച്ചെന്ന ഇസ്രായേൽ സൈനിക മേധാവി. ഇറാനെതിരായ സൈനിക നടപടികൾ ഇപ്പോൾ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനെതിരെ ചരിത്ര വിജയം നേടാനാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടത്. ഇറാനുമായി വെടിനിർത്തൽ ധാരണയിലെത്തിയതിനാൽ പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം വിജയം അവകാശപ്പെട്ടത്. ഈ വിജയം തലമുറകളോളം ഓർമ്മിക്കപ്പെടുമെന്നും നെതന്യാഹു പറയുന്നു. ഞങ്ങൾ ഒരു സിംഹത്തെ പോലെ ഉണർന്നു. ഞങ്ങളുടെ ഗർജനം ടെഹ്റാനെ പിടിച്ചുകുലുക്കി. ഈ യുദ്ധം ലോകത്തെ സൈന്യങ്ങൾ പഠന വിഷയമാക്കി. ആണവ ഭീഷണിയും ബാലിസ്റ്റിക് മിസൈൽ ഭീഷണിയും ഉൾപ്പെടെ 2 ഭീഷണികളാണ് ഞങ്ങൾ ഇല്ലാതാക്കിയത്. ഞങ്ങൾ നടപടിയെടുത്തിരുന്നില്ല എങ്കിൽ അപകടം നേരിടേണ്ടി വരുമായിരുന്നു. ആണവ ശാസ്ത്രജ്ഞർ, 3 ചീഫ് ഓഫ് സ്റ്റാഫ്, മറ്റു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ഇറാന്റെ മുതിർന്ന സേനാ നേതാക്കളെയെല്ലാം ഇസ്രായേൽ പ്രതിരോധ സേന ഇല്ലാതെയാക്കി. ഇസ്ഫഹാനിലെയും നദാൻസിലെയും അരാഖിലെയും ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ കഴിഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിയെ ഇസ്രായേൽ നശിപ്പിച്ചെന്നും ഇറാനിൽ ഇനി ആരെങ്കിലും ആണവ പദ്ധതി പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ഇതേ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇതേ കരുത്തോടുകൂടി ആ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച പറയുകയാണ്. പക്ഷെ അപ്പോഴും 80% പൂർത്തീകരിച്ച യുറേനിയം സമ്പുഷ്ടീകരണമാണ് ഇറാൻ മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇനിയും ആണവായുധങ്ങൾ നിർമ്മിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അങ്ങനെ നിർമ്മിക്കുകയാണെങ്കിൽ ജൂതന്മാരുടെ അന്ത്യം അപ്പോൾ കുറിക്കപ്പെടുമെന്ന കാര്യത്തിലും സംശയമില്ല.